കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരാളെ പരിചയപ്പെട്ട പെൺകുട്ടിക്ക് പിന്നീട് സംഭവിച്ചത് ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു. ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അത്ര ഒന്നും സംസാരിക്കാത്ത ഒരാളായിരുന്നു. ഈ പെൺകുട്ടിയുടെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 10 മണി 11 മണിയൊക്കെ ആവും തിരിച്ചെത്താൻ. ഇതിനിടയിൽ പെൺകുട്ടി വിരസത അനുഭവിക്കുന്ന ഒരു വീടായി മാറി. ആ വീട്ടിലെ ആകെ ഉള്ളത് അമ്മായിയമ്മ, ഒരു അമ്മായിയച്ഛൻ, ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കുട്ടിക്ക് അവിടെ ഒരു മടുപ്പും ഇതൊക്കെ വന്നപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സജീവമാണ് കുട്ടി. അങ്ങനെ ആരൊക്കെയോ മെസ്സേജുകൾ വന്നപ്പോൾ ഏതോ മെസ്സേജിന് ഈ പെൺകുട്ടി റിപ്ലൈ കൊടുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് പാസ് ചെയ്ത് തുടങ്ങി. പിന്നീട് നമ്പർ കൊടുത്തു, പിന്നീട് അവർ തമ്മിൽ കോൾ ചെയ്തു, പിന്നീട് വീഡിയോ കോൾ ചെയ്തു. ഈ പെൺകുട്ടി വീട്ടിലെ പോരായ്മകൾ മുഴുവനും ഈ ആളോട് പറഞ്ഞു കൊടുത്തു. തൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അങ്ങനെയാണ്. അങ്ങനെ ഇവർ തമ്മിൽ വല്ലാത്ത രീതിയിൽ അടുപ്പുണ്ടായി. വീഡിയോ കോളിലൂടെയൊക്കെ ഇവർ പല രീതിയിലുള്ള ഫോൺ വിളികളും ഉണ്ടായി. ഇവരവസാനം ഒരു ശാരീരിക ബന്ധത്തിലേക്ക് വരെ എത്തി. പിന്നീട് പതിയെ ഈ ആള് ഈ പെൺകുട്ടിയിൽ നിന്ന് പിൻവാങ്ങി തുടങ്ങിയപ്പം ഈ പെൺകുട്ടിക്ക് പിന്നീട് സങ്കടവും ദേഷ്യവും വാശിയും ഒക്കെയായി ഇയാളോട് പിന്നെ സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. ഈ പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിനോട് അടുക്കാൻ പറ്റുന്നില്ല, ഭർത്താവിനോട് ശാരീരിക ബന്ധം പുലർത്താൻ പറ്റുന്നില്ല, ഉറക്കം നഷ്ടപ്പെട്ടു, ഭക്ഷണം നഷ്ടപ്പെട്ടു, ഇതൊക്കെ ഡിസോർഡർ ആയിട്ട് മാറി. ഒരു ആഘോഷ പരിപാടിക്ക് പോകാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലൂടെ ഫോണിൽ മാത്രം ഇയാളുടെ മെസ്സേജ് ഇങ്ങനെ നോക്കുക, ഇയാളുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യുക, ഇയാളുടെ ലാസ്റ്റ് സീൻ എപ്പോഴാണ് വന്നത് നോക്കിക്കൊണ്ടിരിക്കുക, ഇയാൾ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ ഈ ആളുമായിട്ടുള്ള വല്ലാത്തൊരു അഡിക്ഷൻ മോഡിലേക്ക് പെൺകുട്ടി എത്തിപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ ഒരുപാട് ആളുകൾ കടന്നു പോകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഹായ് കൂയി എന്നൊക്കെയുള്ള മെസ്സേജ് അയക്കും. അത് നിങ്ങൾക്ക് മാത്രമല്ല അവർ അയക്കുന്നത്, ഒരുപാട് ആളുകൾക്ക് അയച്ച കൂട്ടത്തിൽ നിങ്ങൾക്കും അയച്ചു. നിങ്ങൾ അതിൽ കയറിയിട്ട് കൊത്തി. ആ ചൂണ്ടയിൽ നിങ്ങൾ കൊത്തിയപ്പം അവരോട് നിങ്ങൾ എന്ത് ചെയ്തു? അടുപ്പുണ്ടാക്കി. നിങ്ങളുടെ പോരായ്മകളെ പറഞ്ഞു കൊടുത്തു, ഭർത്താവിൻ്റെ പോരായ്മകളെ പറഞ്ഞു കൊടുത്തു. അവരതിനെല്ലാം പരിഹരിച്ചിട്ട് നിങ്ങളോട് പെരുമാറി തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇയാളിങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടത് തീർച്ചയായിട്ടും ശാരീരിക ബന്ധമാണ്. ഇതവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ഒരു ഇടവേളകൾ ഇട്ടുകൊണ്ട് ഇവരെന്ത് ചെയ്യും? നിങ്ങളിൽ നിന്ന് അകന്നു പോകും. നിങ്ങൾ അവസാനം ഒറ്റപ്പെടലിലേക്ക് നീങ്ങും. നിങ്ങൾ ഒരുപാട് ആളുകൾ ഇതുപോലെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് പ്രതികരിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടാകാറ്. തീർച്ചയായിട്ടും ഇത്തരം അവസ്ഥകളിൽ പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പരിക്ക് അനുഭവപ്പെടാറുള്ളത്. ഇവരുടെ കുടുംബം തകരാനും സ്വസ്ഥത നശിക്കാനൊക്കെ ഇത് കാരണമാകും. ഈ മെസ്സേജ് അയക്കുന്ന ആളുകൾ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായിരിക്കാം, ചിലപ്പോൾ കല്യാണം കഴിക്കാത്തവരാകാം. നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആളുകൾ, അവർ പറഞ്ഞു തരുന്ന വിവരങ്ങളാണ് നിങ്ങൾക്ക് അവരെ കുറിച്ചുള്ള അറിവുകൾ. അത് നിങ്ങൾ സത്യമാണെന്ന് വിചാരിക്കും. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നില്ലെങ്കിൽ ആ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ നല്ലൊരു പ്രൊഫഷൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് എന്താണോ പോരായ്മകൾ, എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കുക, പരിഹാരങ്ങളിലേക്ക് ഇറങ്ങുക. ഇനി നിങ്ങൾ ഇത്തരത്തിൽ എവിടെയെങ്കിലും ഒരു ബന്ധത്തിൽ നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇങ്ങനത്തെ ബന്ധങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരുപാട് വഴികൾ ഈ പുതിയ കാലഘട്ടത്ത് കൗൺസിലിങ്ങും തെറപ്പികളും അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കുടുംബത്തോട് ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടാക്കാനൊക്കെയുള്ള ഒരുപാട് സംവിധാനങ്ങളുള്ള കാലത്ത് ഇത്തരം ബന്ധങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർത്തും നിങ്ങളുടെ ജീവിതം അപകടത്തിലേക്കും നിങ്ങളുടെ സ്വസ്ഥത തകരാനത് കാരണമാകുമെന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാ ചൂണ്ടയിലും കൊത്താതിരിക്കുക.